നമസ്കാരം, ന്യൂസ് ക്യാനിലേക്ക് ഏവർക്കും സ്വാഗതം. മുനമ്പത്തേതടക്കം വഖഫ് ബോർഡിന്റെ അധിനിവേശങ്ങൾക്ക് ഇരകളായി കിടപ്പാടം നഷ്ടപ്പെട്ടു പോകേണ്ട ഗതികേടിലെത്തിയ ഇന്ത്യയിലെ ആയിരക്കണക്കിന് വഖഫ് ഇരകൾക്ക് നീതിയും ന്യായവും ഉറപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ല് കേന്ദ്രസഭകൾ പാസാക്കി നിയമമാക്കി മാറ്റിയത്. എന്നാൽ അതിൽ ചട്ടങ്ങൾ രൂപപ്പെടുന്നതിന് മുൻപ് കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും ചില മുസ്ലിം സംഘടനകളും CPM ഒക്കെ നൽകിയ തടസ്സ ഹർജികൾ പരിഗണിച്ചുകൊണ്ടുള്ള രണ്ടാം ഘട്ട വാദഗതികൾ സുപ്രീം കോടതിയിൽ പുരോഗമിക്കുമ്പോൾ കേരളത്തിലെ വോട്ടർമാരായ മുനമ്പത്തെ ആയിരക്കണക്കിന് ജനങ്ങളുടെ അതിജീവനത്തിന്റെ ക്ലേശങ്ങളെ നിസ്സാരമായി തള്ളിക്കൊണ്ടും വഖഫ് ബോർഡിനെ അനുകൂലിച്ചുകൊണ്ടും ഇസ്ലാമിക സമൂഹത്തിലുണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാനമില്ലാത്ത ആശങ്കകളിൽ വ്യാകുലപ്പെട്ടുകൊണ്ടും കേരള സർക്കാർ കേസിൽ കക്ഷി ചേരാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ഭൂമി ഒരിക്കൽ വഖഫ് ആയാൽ അത് എക്കാലത്തും വഖഫ് തന്നെ ആയിരിക്കുമെന്ന വഖഫ് തത്വം സുപ്രീം കോടതിയെ ഉണർത്തിച്ചുകൊണ്ടാണ് തങ്ങളുടെ വോട്ടർമാരായ മുനമ്പത്തെ 600-ലധികം കുടുംബങ്ങളെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടും നൂറുകണക്കിന് ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ട് അവർ നടത്തി വന്ന നിരാഹാര സമരത്തിന് നേരെ കൊഞ്ഞനം കുത്തിക്കൊണ്ടും അങ്ങേയറ്റം വഞ്ചനാപരമായ വാദങ്ങളുമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക് അപ്പിയറിംഗ് കാത്ത് അപേക്ഷയുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇസ്ലാം മത സംഹിതകൾ അനുസരിച്ച് ഒരു സ്വത്ത് വഖഫിന്റെ പേരിലായി കഴിഞ്ഞാൽ അതൊരിക്കലും മാറ്റാൻ കഴിയില്ലെന്നും വഖഫ് ചെയ്തവരോ അവരുടെ അനന്തരവാസികളോ അത്തരം ശ്രമങ്ങൾ നടത്തിയാലും അത് സാധുവാകയില്ലെന്നുമുള്ള വാദമുഖങ്ങളാണ് അപേക്ഷയിൽ കേരള സർക്കാർ ഉയർത്തിയിരിക്കുന്നത്. മുനമ്പത്ത് അതിജീവന സമരത്തിൽ ഏർപ്പെട്ടിരുന്ന 600-ലധികം പോന്ന കുടുംബങ്ങളിൽ ഭൂരിഭാഗവും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളാണെന്ന് ഏവർക്കും അറിയാം. അത്തരത്തിലൊരു അതിജീവന സമരം അവിടെ നടന്നില്ലായിരുന്നുവെങ്കിൽ പണ്ടേ ആ പാവങ്ങളുടെ കൂരകളുടെ അടിത്തറ മാന്തി അവിടെ വഖഫ് വക പ്രോപ്പർട്ടി എന്ന ബോർഡ് സ്ഥാപിച്ചേനെ. എന്നാൽ നിശ്ചയദാർഢ്യം മാത്രം കൈമുതലാക്കിക്കൊണ്ട് ഒരു പറ്റം സാധുക്കളായ മനുഷ്യർ സമരത്തിനിറങ്ങിയപ്പോൾ അത് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇടതരും വലതരും ഒരു മുഴം മുമ്പേ കേരള നിയമസഭയിൽ അതിനെതിരെ പ്രമേയം പാസാക്കി. എന്നാൽ അതൊന്നും കൂസാതെ സമരം തുടർന്ന മുനമ്പം ജനതയുടെ സമരപ്പന്തിലേക്ക് ചക്കരവർത്തമാനങ്ങളും സമ്മാനങ്ങളും ഭീഷണികളും ഒക്കെ പൊതിഞ്ഞു കെട്ടിയ ചതുരപ്പായകളുമായി ഇടതരും വലതരും വീണ്ടും വന്നെങ്കിലും അതിന് പുല്ല് വില പോലും കൽപ്പിക്കാതെ മുമ്പോട്ട് പോയി. അഖിലേന്ത്യാ തലത്തിലും ആഗോളതലത്തിലും ഈ വഖഫ് അന്യായത്തെ ഉയർത്തിക്കാട്ടി ബില്ല് അവതരിപ്പിച്ച് പാസാക്കുന്നയിടത്തോളം എത്തിയ മുനമ്പംകാരോട് വലതർക്കുള്ള തീരാത്ത കലിപ്പിന്റെ വ്യക്തമായ പ്രതിഫലനമാണ് വഖഫ് നിയമത്തിനെതിരെ നിരന്ന ഹർജികളെങ്കിൽ ഇടതരുടെ തീരാത്ത അസഹിഷ്ണുതയുടെ തെളിവാണ് ഇപ്പോൾ അവർക്ക് നേരെ പുറം തിരിഞ്ഞുകൊണ്ട് കേസിൽ ഇടത് സർക്കാർ കക്ഷി ചേർന്നിരിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതിയെ എതിർത്തുകൊണ്ട് നിയമസഭയിൽ ഇടതരും വലതരും ചേർന്ന ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയത്തിന് പുല്ല് വില പോലും കൽപ്പിക്കാതെ കേവലം മുനമ്പത്തെ 600 കുടുംബങ്ങൾ ചേർന്ന് നിയമനിർമ്മാണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ഇടത് വലത് കോക്കസുകളെ ബൈറ്റ് അസ് ടുഗദർ പാടാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളെ ഊട്ടിയുറപ്പിച്ച പ്രമേയത്തെ അറബിക്കടലിലേക്ക് ചവിട്ടിത്താഴ്ത്തുമെന്ന് സുരേഷ് ഗോപി പ്രസ്താവിക്കുക കൂടി ചെയ്തതോടെ ആകെ ചമ്മി ഇളിബരായിപ്പോയതിന്റെ ചമ്മൽ ശമിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ മുനമ്പത്തെ ജനങ്ങളെ തള്ളി വഖഫ് ബോർഡിന്റെ പിന്തുണയ്ക്കുവാൻ പിണറായി സർക്കാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. മുനമ്പം ചെറായി പ്രദേശത്ത് താമസിക്കുന്ന 600-ലധികം ക്രൈസ്തവ കുടുംബങ്ങൾ അവർ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമിയിൽ നിന്ന് പെരുവഴിയിലേക്ക് കുടിയിറക്കപ്പെട്ടാലും കുഴപ്പമില്ല. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നാൽ അത് കേരളത്തിൽ സ്വന്തമായി വഖഫും വഖഫ് സ്വത്തുക്കളും ഉള്ളവരുടെ മൗലിക അവകാശം നഷ്ടപ്പെടുമെന്നതാണ് കേരള സർക്കാരിന് സഹിക്കാൻ കഴിയാത്തത്. അത്തരത്തിലുള്ള കടുത്ത ആശങ്കകൾ നിമിത്തമാണ് വഖഫ് കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് കേരള സർക്കാർ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയ വഖഫ് ഭേദഗതി നിയമം നിലവിൽ വന്നാൽ വഖഫ് സ്വത്തുക്കളുടെ സ്വഭാവം മാറ്റപ്പെടാമെന്നുമുള്ള കടുത്ത ആശങ്കയും കേരള സർക്കാർ ഉയർത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
മുസ്ലിം ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരെ വഖഫ് ബോർഡുകളിലെ അംഗമാക്കാനുള്ള നീക്കങ്ങളെ എതിർത്തുകൊണ്ട് പുതിയ വഖഫ് ഭേദഗതി നിയമത്തിലെ ചില വ്യവസ്ഥകൾ ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഒരാളുടെ മതവും വിശ്വാസവും നിർണ്ണയിക്കാൻ പ്രത്യേക മാനദണ്ഡം ഇല്ലെന്നും ഒരു വ്യക്തി മുസ്ലിം മതാചാരപ്രകാരമാണോ ജീവിക്കുന്നത് നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് കേരളം കക്ഷിചേരൽ അപേക്ഷയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്ലാമിക സമുദായത്തിന്റെ വോട്ട് ബാങ്കുകൾ നിലനിർത്തേണ്ടത് അത്രയ്ക്ക് വലിയ അനിവാര്യതയായി ഇടതർക്കും വലതർക്കും മാറിയിരിക്കുകയാണ് ഇപ്പോൾ. കക്ഷിചേരൽ അപേക്ഷയിൽ ഇസ്ലാമിക മതസംഹിതകളെ വ്യാഖ്യാനിച്ച് പ്രീണനത്തിന്റെ കളം കൊഴിപ്പിച്ച പിണറായി സർക്കാരിന് കോടതിയിലെ വാദങ്ങൾ മുറുകുമ്പോഴും അതേ മാനദണ്ഡങ്ങൾ അവലംബിച്ചുകൊണ്ട് ഭരണഘടനയ്ക്ക് ബദലായി മതപുസ്തകങ്ങൾ നിരത്തിവെച്ചുകൊണ്ട് വാദപ്രതിവാദങ്ങൾ ഉയർത്താൻ പോകുന്ന കാഴ്ച അങ്ങേയറ്റം കൗതുകം നിറഞ്ഞത് തന്നെയായിരിക്കും. നാനാത്വത്തിൽ ഏകത്വമായ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു മതത്തിന്റെ മാത്രം പ്രമാണങ്ങളെ സ്വാധീകരിച്ചുകൊണ്ട് പുത്തൻ നിയമത്തിന് കളമൊരുക്കുന്നത് കണ്ടറിയേണ്ട കാഴ്ച തന്നെയായിരിക്കും. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണെന്ന് ഒരു 10,000 തവണ പറഞ്ഞാലും അതിന് മേമ്പൊടിയായിട്ട് കുറെ ഇമോഷണൽ ഡയലോഗുകൾ നിരത്തിയാലും കേരളത്തിലെ ന്യൂനപക്ഷത്തിൽ പ്രധാനപ്പെട്ടവരായ ക്രൈസ്തവ സമൂഹം കാലാകാലങ്ങളിൽ ഇടത് വലത് സർക്കാരുകളിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് കടുത്ത അവഗണനയും ചിറ്റമ്മ നയവും തന്നെയാണ്. ഈ കക്ഷിചേരൽ നീക്കങ്ങൾ അതിനെ അരക്കിട്ടുറപ്പിക്കുകയാണ്. ഏതായാലും രണ്ടാം ഘട്ടത്തിലെ പ്രഥമ വാദത്തിനിടയിൽ തത്വദീക്ഷകളില്ലാതെ വഖഫ് ഭൂമി പിടിച്ചെടുക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യമെന്ന് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഹർജിക്കാരുടെ വക്കീലന്മാരായ കപിൽ സിബലും സ്വിംഗിയും വാദമുകൾ നിരത്തിയെങ്കിലും ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് AG മാസിക് എന്നിവരുടെ ബെഞ്ച് ഈ വിഷയത്തിൽ കോടതികൾക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് പരാമർശിച്ചത് ഇപ്പോൾ വോട്ട് ബാങ്ക് പ്രീണനത്തിന്റെ ഹർജികളുമായി ഇറങ്ങിയവർക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു നിലപാട് കൈക്കൊണ്ടിരുന്നെങ്കിൽ അവർ മുനമ്പത്തെ ജനങ്ങളുടെ അവകാശങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് അരിയാഹാരം കഴിക്കുന്ന ആരും കരുതുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ ഇസ്ലാമിക പ്രീണനം നടത്താൻ മത്സരിക്കുന്ന ഇടതരുടെയും വലതരുടെയും നിലപാടുകൾ വഖഫ് വിഷയത്തിൽ ഒരേ തൂവൽ പക്ഷികളുടേതാണ്. അവർ 95-ലെയും 2013-ലെയും വഖഫ് ഭേദഗതികളിലെ ഭരണഘടനാ വിരുദ്ധത മനഃപൂർവ്വമായി മറച്ചു പിടിച്ചുകൊണ്ട് പുതിയ വഖഫ് നിയമത്തിലെ ഇല്ലാത്ത ഭരണഘടനാ വിരുദ്ധത ആവർത്തിച്ച് ഇരുട്ടുമുറിയിലെ ഇല്ലാത്ത ആനയെ പ്രദർശിപ്പിക്കുകയാണ്. പിണറായിയുടെ ദുർഭരണം അവസാനിപ്പിച്ച് കോൺഗ്രസിന് മുഖ്യമന്ത്രി പദവും ലീഗിന് ഉപമുഖ്യമന്ത്രി പദവും പിന്നെ താക്കോൽ സ്ഥാനവുമൊക്കെ കൈയാളണമെങ്കിൽ ഇടഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ സമൂഹം അനുനയത്തിന്റെ പാതയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനായി ക്രൈസ്തവനായ പ്രസിഡന്റിനെ അവതരിപ്പിച്ചുകൊണ്ട് പഴകി ദ്രവിച്ച കരുനീക്കങ്ങളുമായി കളത്തിലിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. അവർ പുതിയ വഖഫ് നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധതയ്ക്ക് തെളിവും പൊക്കിപ്പിടിച്ച് വന്നിരിക്കുകയാണ്. അവരുടെ മുൻപിലേക്കാണ് കുറിക്കുകൊള്ളുന്നതും കൃത്യവുമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് മുനമ്പം സമരത്തിലെ മുന്നണി പോരാളിയായ ജോഷി മയ്യാറ്റിലച്ചൻ എത്തിയത്. ഇതിനുവേണ്ടി കേസ് കൊടുത്ത കോൺഗ്രസോ മുസ്ലിം ലീഗോ കേരള സർക്കാരോ മറ്റ് ആരുമോ വഖഫ് ആക്ട് 1995-ലും അതിൻ്റെ അമെൻമെൻറ്റ് 2013 നടന്ന അമെൻമെൻറ്റിലും ഉള്ള ഭീമമായ ഭരണഘടനാ വിരുദ്ധതയെ കാണാൻ കണ്ണില്ലാത്തവരാണ് എന്നതാണ്. ഈ 1995-ലെ ഈ വഖഫ് നിയമവും 2013-ലെ അമെൻമെന്റും ഇതുപോലെ തയ്യാറാക്കാൻ സാമാന്യ ബോധമുള്ള, ഭരണഘടനയെ മാനിക്കുന്ന, മതേതര മൂല്യങ്ങൾക്ക് അല്പമെങ്കിലും വില കൊടുക്കുന്ന ആർക്കെങ്കിലും സാധിക്കുമായിരുന്നോ? എനിക്ക് പറയാനുള്ളത്, അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഷാജൻ സ്കറിയ സാറ് കണ്ടെത്തണമെന്നാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? വളരെ വ്യക്തമായും തീവ്രവാദപരമായ നിലപാടുകൾ, ഭീകരമായ നിലപാടുകൾ ഉള്ളവരായിരിക്കണം ഈ 1995-ലെ ഈ നിയമം
ഉണ്ടാക്കുന്നതിൽ പുറകിലുണ്ടായിരുന്നത് എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ഇതുപോലൊരു നിയമം, കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഇന്ത്യയിൽ ഇതുപോലൊരു നിയമം എങ്ങനെ വരും? സെക്ഷൻ 40 ഒരു ഭൂമി വഖഫാണെന്ന് വിശ്വസിക്കാൻ വഖഫ് ബോർഡിന് കാരണമുണ്ടെങ്കിൽ, വഖഫാണെന്ന് വിശ്വസിക്കാൻ വഖഫ് ബോർഡിന് കാരണമുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ശേഖരിച്ച് ഡിസൈഡ് ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞു വച്ചിരിക്കുക. സെക്ഷൻ 40. അപ്പോ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുക 300 ആർട്ടിക്കിൾ 300A. ആർട്ടിക്കിൾ 300A വെച്ച് ഒരു ഭൂമിയുടെ മേലുള്ള ആളുകളുടെ അവകാശം, ടൈറ്റിൽ, റൈറ്റ് ടു ടൈറ്റിൽ, ഒരു കോടതിയുടെ വിധിയിലൂടെ അല്ലാതെ ആരുടെയും ഭൂമിക്ക് വേണ്ടിയുള്ള അവകാശം അത് മാറിപ്പോവുകയില്ല. അതിൻ്റെ ഇപ്പോ ഒരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭൂമി കോടതി വിധിയിലൂടെ അല്ലാതെ അയാളുടെ പേരിൽ നിന്ന് മാറിപ്പോവുകയില്ല. പക്ഷേ എന്താ സംഭവിച്ചത്? 2019 എന്ത് സംഭവിച്ചു? 2019 മുനമ്പത്തെ ഈ 600ഓളം കുടുംബങ്ങൾ അവരുടെ പേരിലുള്ള ഭൂമി പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോയി. 2019 വഖഫ് ബോർഡ് CEO ആയിരുന്ന പാണക്കാട് റഷീദ് അലി തങ്ങൾ, മുസ്ലിം ലീഗിന്റെ നേതാവായിരിക്കുന്ന പാണക്കാട് റഷീദ് അലി തങ്ങൾ ഓർഡർ ഇട്ടു, ഇത് രജിസ്ട്രിയിലേക്ക് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. 2009 ജൂൺ 24 നിസാർ കമ്മീഷന് അന്നത്തെ വഖഫ് ബോർഡ് CEO ആയിരുന്ന BM ജമാൽ, കാസർഗോഡുകാരൻ, നല്ല കോൺഗ്രസ് നേതാവ്, അദ്ദേഹം അന്ന് ഓർഡർ ഇട്ടു, മുനമ്പം വഖഫ് ഭൂമിയാണ്, ഓർഡർ ഇട്ടു. അപ്പോ കോൺഗ്രസ് ഈയിടക്ക് അവിടെ വന്നിട്ട് പറഞ്ഞു, മുനമ്പം പ്രശ്നത്തിനും വഖഫ് നിയമത്തിനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അല്ല, അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ, എങ്കിൽ അങ്ങ് പറയ്, ഏതു നിയമം വെച്ചിട്ടാണ് ഈ മുനമ്പങ്കാരുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി, ആ റൈറ്റ് ടു ദ ലാൻഡ്, അതെങ്ങനെയാ, ടൈറ്റിൽ എങ്ങനെയാ മാറിപ്പോയത്? മറ്റേതു നിയമം വെച്ചിട്ടാണ്? അഡ്വക്കേറ്റ് ശ്രീ VD സതീശൻ പറയട്ടെ, മറ്റേതു നിയമം വെച്ചിട്ടാണ് മുനമ്പങ്കാരുടെ റൈറ്റ്, ടൈറ്റില് മാറിപ്പോയത്? മുനമ്പത്തിന് സമീപത്ത് നടത്തിയ വിചാര സദസ്സിലായിരുന്നു അച്ഛന്റെ ഈ മിന്നുന്ന പ്രസംഗം. പ്രസ്തുത മീറ്റിംഗിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളായി രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറും വഖഫ് വിഷയത്തിൽ ആഴമേറിയ പഠനങ്ങൾ നടത്തിയിട്ടുള്ള മുൻ അണ്ടർ സെക്രട്ടറി സ്റ്റാലിൻ ദേവനും മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയയും ഒക്കെ ഇരിക്കുന്ന വേദിയിലായിരുന്നു ജോഷി അച്ഛൻ ഈ പ്രസംഗം നടത്തിയത്. കേസിന്റെ നടത്തിപ്പിൽ പോലും കക്ഷി രാഷ്ട്രീയത്തിന്റെ കളികളുമായി നീങ്ങുന്നവർക്ക് ജോഷി അച്ഛന്റെ ഇരുവശത്തും അരമുള്ള ഈ പ്രസംഗമുണ്ടാക്കിയ അങ്കലാപ്പുകൾ ചെറുതല്ലാത്തതാണ്. ഏതായാലും ഒന്നാം ഘട്ട വിചാരണയിൽ കോടതിക്ക് വ്യക്തമാകാതെ പോയ കാര്യങ്ങൾ പരമോന്നത നീതിപീഠത്തെ വ്യക്തമാക്കിക്കൊണ്ട് സോളിസിറ്റർ ജനറൽ കൃത്യമായ മുന്നേറ്റം നടത്തിയതോടെ കോടതിയുടെ ഇടക്കാല വിധി ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും കോടതി വിധി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ വിഷയത്തെ ആധാരമാക്കി ഷെക്കൈന നടത്തിയ ചർച്ചയിൽ ഫാദർ ജോഷി മയ്യാറ്റിലും സ്റ്റാൻലി ദേവനും നടത്തിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ്. ആ പ്രതികരണം ഒന്ന് കാണാം. ഈ ഒരു വഖഫ് ആക്ട് അത് ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങളെ, ഭരണഘടനാപരമായ അവകാശങ്ങളെ ഹനിക്കുന്ന ഒന്നാണ് എന്ന് അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് മുനമ്പങ്കാരൻ. കണ്ണുള്ള എല്ലാവർക്കും, കാതുള്ള എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകും, മുനമ്പത്തെ 610 കുടുംബങ്ങള് 36 വർഷം മുൻപ് പണം കൊടുത്ത് വാങ്ങി ആധാരം ചെയ്ത് കരമടച്ച് സ്വന്തം ഭൂമിയിൽ ഇതുവരെ താമസിച്ചിരുന്നവരുടെ ഈ ഭൂമിയിലേക്ക് വഖഫ് ബോർഡ് കടന്നു കയറുന്നു. വഖഫ് ആക്ടിലെ
ഭരണഘടനാ വിരുദ്ധമായ സെക്ഷനുകൾ ഉപയോഗിച്ച് ഈ മനുഷ്യരിൽ നിന്ന് അത് പിടിച്ചെടുക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ് ഭൂമിയുടെ മേലുള്ള അവകാശം. ഒരാൾക്ക് സ്വന്തമായി അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭൂമി, ആ ഭൂമിയുടെ ആ ടൈറ്റില് അയാളുടേതാണ്, അയാളുടേത് മാത്രമാണ്. അപ്പൊ ഇഷ്ടദാനമായി എഴുതി കൊടുത്താൽ ശരിയാണ്, ടൈറ്റിൽ മാറി. അല്ല, വിറ്റു, അപ്പൊ ഒരു തീരാധാരമായി എഴുതി കൊടുത്തു, അങ്ങനെ വരുമ്പോഴും ടൈറ്റിൽ മാറി. ഇനി ഇത് രണ്ടുമല്ല എങ്കിൽ എങ്ങനെയാണ് ടൈറ്റിൽ മാറുക? ഭരണഘടന ആർട്ടിക്കിൾ 300A വെച്ചാണെങ്കിൽ, അതിൻ്റെ പ്രകാരമാണെങ്കിൽ അതിന് കോടതിയുടെ വിധി അത് മാത്രമേ അങ്ങനെ ടൈറ്റിൽ മാറാൻ ഉള്ള ഒരു സാധ്യതയായിട്ടുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇപ്പോൾ പോലും ഇത് 100% ഭരണഘടനാപരമായ ഒരു അമെൻമെന്റ് അല്ല ഈ BJP സർക്കാർ കൊണ്ടുവരുന്നത്. നാം ആലോചിക്കേണ്ടത് 1954 ഈ 95 നിയമത്തിലെ അതേപോലത്തെ ഒരു സെക്ഷൻ, 40 പോലത്തെ ഒരു സെക്ഷൻ അന്ന് 54 നിയമത്തിലും ഉണ്ടായിരുന്നു. അത് സെക്ഷൻ 27 ആണ്. ഞാൻ ഒന്ന് വായിച്ചു. Decision if a property is Waqf board. 1. The board may itself collect information regarding any property which it has reasons to believe to be Waqf property, and if any question arises whether a particular property is Waqf property or not, or whether a Waqf is a Sunni Waqf or Shia Waqf, it may, after making such inquiry as it may deem fit, decide the question. അപ്പോ ഇത് 1954 അതേ സെന്റൻസിനെയാണ് നമ്മുടെ ഈ 95 സെക്ഷൻ 40 ആയിട്ട് അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ 95 വരെ ഈ പ്രൊവിഷൻ 54 ആക്ടിലും അതുപോലെ ഉണ്ടായിരുന്നുവെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതാണ് നമ്മൾ ആലോചിക്കുന്ന ഒരു പോയിന്റ്. എന്തുകൊണ്ട് ഉണ്ടായി? മുനമ്പം ജനതയെ മാത്രമല്ല, കേരള ജനതയെ തന്നെ ചതിച്ച് വഖഫ് ബോർഡിന് കണ്ണായ ഭൂമികളുടെ ആധാരങ്ങൾ പതിച്ചു നൽകാനും രാജ്യത്ത് വഖഫ് ഭേദഗതി പ്രാബല്യത്തിൽ വരാതിരിക്കാനും ഒന്നിച്ച് കളിക്കുന്നവർ ആരെല്ലാമെന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. വഞ്ചകരും അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരും ഒരു നാൾ പൊതുമധ്യത്തിൽ അപമാനിതരാവുക തന്നെ ചെയ്യും. ഇസ്രായേലും ഹമാസും തമ്മിൽ ഉരുത്തിരിഞ്ഞ വെടിനിർത്തൽ കരാർ 2ാം ഘട്ടത്തിലേക്ക് നീളാതെ അലസിപ്പിരിഞ്ഞെങ്കിലും തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി എന്തിനും പോന്ന നിലപാടുകളുമായി ഇസ്രായേൽ ഗാസയിൽ തന്നെ നിലകൊള്ളുകയും കിട്ടുന്ന ചെറിയ അവസരങ്ങൾ പോലും തെല്ലും പാഴാകാതെ ഹമാസ് തീവ്രവാദികളെ കൊന്നു തള്ളുന്നത് തുടരുകയും ചെയ്യുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യഹോവയായ ദൈവമല്ലാതെ ആര് തന്നെ വന്ന് വെടിനിർത്തി അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞാലും അവരത് ചെവിക്കൊള്ളില്ലെന്ന കാര്യം ഏവർക്കും അറിവുള്ളതാണ്. എന്നാൽ വലിയ വായിൽ ജിഹാദി വിരുദ്ധ മുദ്രാവാക്യം ഉരുവിട്ടും വോക്കിസത്തിനെതിരെ ശക്തമായ പടയൊരുക്കം നടത്തിക്കൊണ്ടും തീവ്ര വലതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അമേരിക്കയിൽ ഭരണത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപ് എന്ന ഇസ്രായേലിന്റെ ഉറ്റ ചെങ്ങാതി അദ്ദേഹത്തിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിലൂടെ നിലപാടുകളിൽ മലക്കം മറിഞ്ഞ് കാറ്റിന്റെ ഗതിക്കൊത്ത് നിലപാട് മാറ്റി ട്രംപ് വളയത്തിലൂടെ ചാടുമ്പോഴും ഗാസയിലെ തുരങ്കത്തിനകത്ത് കയറി യഹിയ സിൻവറിന്റെ അടുത്ത അനുയായിയെ തീർക്കുന്ന തിരക്കിലായിരുന്നു ഇസ്രായേൽ. ഇസ്രായേലിന്റെ കലിപ്പ് അത് ഹമാസിന്റെ അടിവേര് തന്നെ മാന്തിയെ അവസാനിക്കൂ എന്ന് ലോകമറിയാൻ പോകുന്നതേയുള്ളൂ. ട്രംപ് നിലപാട് മാറ്റിയിട്ടും നിലപാട് മാറ്റാത്ത നെതന്യാഹുവിനെ നോക്കി കട്ടക്കലിപ്പിലായ ഇറാൻ കൊടുത്ത മുന്നറിയിപ്പ് വെടിനിർത്തി അടങ്ങിയില്ലെങ്കിൽ പാഠം പഠിപ്പിക്കുമെന്നോ മറ്റോ ആയിരുന്നു. പാഠം പഠിപ്പിക്കാൻ വരുന്നവന്റെ മുൻപിൽ സ്ലേറ്റും കല്ലുപെൻസിലും കൊണ്ടുചെന്ന് ഇരുന്ന് കൊടുക്കുന്ന പരിപാടി ഇസ്രായേലില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് കേൾക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയവന്റെ ആണവ നിലയം കത്തിക്കാനുള്ള പടപ്പുറപ്പാടുകൾക്ക് ഇസ്രായേൽ കരുക്കൾ നീക്കുന്നുവെന്നുള്ള വാർത്തകളാണ് പിന്നെ പുറം ലോകം അറിഞ്ഞത്. തങ്ങൾ ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റി കളത്തിലിറക്കിയ ഹമാസും ഹിസ്ബുള്ളകളും ഹൂത്തികളും അടക്കമുള്ള പ്രോക്സികളെല്ലാവരും ഇസ്രായേലിന്റെ കൈകൊണ്ട് പടുമരണം വാങ്ങി ഖബറിൽ കയറുന്നത് കണ്ട്
സഹിച്ചതിനൊടുവിൽ കഴിഞ്ഞ വർഷം ഇസ്രായേലിലേക്ക് തുടർച്ചയായി ബാലിസ്റ്റിക് മിസൈൽ അയച്ച ഇറാനെതിരെ കുറച്ചു ദിവസത്തേക്ക് ഇസ്രായേൽ മൗനം പാലിച്ചപ്പോൾ വോക്കിസ്റ്റ് സമൂഹത്തിൽ ഇസ്രായേൽ തോറ്റോടിയെന്ന് ആഘോഷം ഉയർന്നിരുന്നു. എന്നാൽ ഇറാന്റെ വ്യോമാതിർത്തി കടന്ന് അവരുടെ മട്ടുപ്പാവിനകത്ത് കയറി തീമഴ പെയ്യിച്ച് ആയുധശാലകളിൽ ഒന്നും മിച്ചം വെക്കാതെ കത്തിച്ച് ചാമ്പലാക്കിയിട്ടാണ് ജൂതപ്പടയിലെ പെൺകുട്ടികൾ സുരക്ഷിതരായി ഇസ്രായേലിലെത്തിയത്. അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാന്റെ ആണവ നിലയം കത്തിച്ച് ചാമ്പലാക്കണമെന്നായിരുന്നു. അത് പറയുമ്പോൾ ബൈഡൻ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. ട്രംപ് ആകട്ടെ വരാൻ പോകുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളയാളും. എന്നാൽ മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപ് പറഞ്ഞ വാക്കുകളുടെ മൂല്യത്തെക്കുറിച്ച് ഇസ്രായേലിനുണ്ടായിരുന്നത് ഉത്തമ ബോധ്യമായിരുന്നു. അന്ന് അവധിക്ക് വെച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ കത്തിച്ച് ചാമ്പലാക്കുക എന്ന ദൗത്യത്തിനായി ഇസ്രായേൽ ഇപ്പോൾ തയ്യാറെടുക്കുകയാണെന്ന സൂചനയാണ് ഇപ്പോൾ US ഉദ്യോഗസ്ഥന്മാർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായി US-ന് രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഏറ്റവും പുതിയ ഇന്റലിജൻസ് വിവരങ്ങളുമായി പരിചയമുള്ള നിരവധി US ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അത്തരമൊരു ആക്രമണം നടന്നാൽ അത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇസ്രായേലിനുള്ള ബന്ധം പൂർണ്ണമായി അവസാനിക്കുകയും ഒരു വലിയ അകൽച്ചയിലേക്ക് എത്തിയേക്കുമെന്നൊക്കെ US ഉദ്യോഗസ്ഥന്മാർ ആശങ്കപ്പെടുന്നുണ്ട്. ടെഹ്റാനിലെ ആണവ പദ്ധതി പരിമിതപ്പെടുത്തുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ വേണ്ടിയുള്ള പുതിയ ആണവ കരാറിൽ ചർച്ച നടത്താനുള്ള തന്റെ ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം ട്രംപ് പരസ്യമായി തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ നയതന്ത്ര ശ്രമങ്ങളിൽ US എത്ര കാലം ഏർപ്പെടുമെന്നതിന് ട്രംപ് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടെന്നും അതിനുശേഷമുള്ള കാര്യങ്ങൾ അമേരിക്കയുടെ മേൽക്കോയ്മ നിലനിർത്തിക്കൊണ്ട് മുൻപോട്ട് നീങ്ങാൻ ഒരുങ്ങുമ്പോൾ അവിടെ ഇസ്രായേലിനും നിർണായകമായ റോൾ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അതിനു മുൻപേയുള്ള ഇസ്രായേലിന്റെ ഈ നീക്കം ട്രംപിന് ഉൾക്കൊള്ളാനാകില്ലെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ഇന്ന് വരെയുള്ള യുദ്ധത്തിന്റെ കാര്യങ്ങളെല്ലാം അമേരിക്കയോട് ചോദിച്ചും അമേരിക്കയുടെ അനുവാദം വാങ്ങിയുമൊക്കെയായിരുന്നു ഇസ്രായേൽ ചെയ്തതെങ്കിലും ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്ന പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചത് US-ന് വലിയ ആഘാതമായി മാറിയിരിക്കുകയാണ്. 1979 ഇറാനിയൻ റവല്യൂഷണറി ഇസ്ലാമിക് വിപ്ലവം മുതൽ അമേരിക്കയും ഇറാനും തമ്മിൽ കട്ടക്കലിപ്പിൽ തന്നെയാണ് തുടരുന്നതെങ്കിലും തന്റെ നേതൃത്വത്തിൽ ഇറാൻ US ന്യൂക്ലിയർ ഡീൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിലേക്കുള്ള തന്റെ യാത്ര സുഗമമാക്കുവാനുള്ള പങ്കപ്പാടിലാണ് ട്രംപ് ഇപ്പോൾ. യുക്രൈൻ റഷ്യ യുദ്ധം പരിഹരിച്ച് ഇപ്പൊ ശരിയാക്കാമെന്ന് പറഞ്ഞ് ചാടിയിറങ്ങി പുടിനെ സന്തോഷിപ്പിച്ചും സെലൻസ്കിയെ താറടിച്ച് വറുതിയിൽ നിർത്തിയിട്ടും അത് പരാജയപ്പെട്ടതും ഇസ്രായേൽ ഹമാസ് യുദ്ധം ശമിപ്പിക്കാൻ കൊണ്ടുവന്ന വെടിനിർത്തൽ കരാർ 8 നിലയിൽ പൊട്ടിയതും ഏറ്റവും ഒടുവിൽ ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചത് തന്റെ ഇടനില മികവിന്റെ ശ്രേഷ്ഠതയാണെന്ന് സ്വയം തള്ളിമറിക്കുന്നതും അതിന്റെ തെളിവുകളാണ്. ഇപ്പോൾ ട്രംപിനെ പോലും കൂസാതെയുള്ള ഇസ്രായേലിന്റെ പോക്ക് കണ്ട് ഭാവപ്പകർച്ചയിലായ ഫ്രാൻസും ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ അടങ്ങുന്ന നാറ്റോ കക്ഷികൾ ഇസ്രായേലിനെതിരെ തിട്ടൂരവുമായി ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ തങ്ങളുടെ സുരക്ഷയ്ക്കായി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഇസ്രായേൽ ശക്തമായി തന്നെ മുൻപോട്ട് പോവുകയാണ്. അതിനോട് താതാത്മ്യപ്പെടുകയല്ലാതെ മറ്റൊരു വഴികളും അമേരിക്കയുടെ മുന്നിൽ ഉണ്ടാകാനിടയില്ല. ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടെന്ന കാര്യം ഇസ്രായേലിന്റെ രഹസ്യ ഏജൻസികൾ പലപ്പോഴായി അമേരിക്കയോട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇറാനോട് അത്ര സംബന്ധമില്ലാത്ത സുന്നി അറബ് രാജ്യങ്ങൾ ചുറ്റുവട്ടത്താകെ വിന്യസിച്ചു കിടക്കുമ്പോൾ ഡിക്ലയേർഡ് ന്യൂക്ലിയർ ഡിറ്ററന്റ് കൈവശം വെക്കുന്നത് അനിവാര്യമാണെന്ന് ഇറാൻ കരുതുന്നുണ്ട്. ഇസ്ലാമിക ലോകത്ത് അണുവായുധം കൈവശമുള്ള മറ്റൊരു രാജ്യം പാകിസ്ഥാനാണ്. അവരുടെ അണുവായുധ പുരയ്ക്ക് ഇന്ത്യ അടുത്തിടെ വിള്ളൽ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായാലും കനത്ത തോതിൽ യുറേനിയം ഉൽപാദനമുള്ള ഇറാൻ ആണവവൽക്കരിക്കപ്പെടുക എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്കാർക്കും ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആണവോൽപാദനത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാനുള്ള ചർച്ചകളാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അട്ടിമറിക്കുന്ന തരത്തിൽ അതുക്കും മുകളിൽ ഇറാനുള്ള പണിയുമായിട്ടാണ് ഇസ്രായേൽ ഇറങ്ങിയിരിക്കുന്നത്.
അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ US വാഷിംഗ്ടൺ DC-യിലെ ഇസ്രായേൽ മ്യൂസിയത്തിന്റെ മുൻപിൽ 2 ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ കൊന്നു തള്ളിക്കൊണ്ട് നടത്തിയ വെടിവയ്പെന്ന് പോലും സന്ദേഹിക്കുന്നവരുമുണ്ട്. അതേക്കുറിച്ച് പുലർത്തിയ കനം തൂങ്ങിയ മൗനത്തിന്റെ മോടം തകർത്തുകൊണ്ട് രംഗത്ത് വന്ന നെതന്യാഹു പറഞ്ഞത് കേൾക്കുക. Last night in Washington, something horrific happened. A brutal terrorist shot in cold blood a young, beautiful couple, Yaron Lishinsky and Sarah Milgram. Yaron had just bought an engagement ring for Sarah. He was planning to give it to her in Jerusalem next week. They were planning to start a new and happy life together. Well, that tragically did not happen. Yaron and Sarah weren't the victims of a random crime. The terrorist who cruelly gunned them down did so for one reason and one reason alone. He wanted to kill Jews. And as he was taken away, he chanted, "Free Palestine." This is exactly the same chant we heard on October 7th. On that day, thousands of terrorists stormed into Israel from Gaza. They beheaded men, they raped women, they burned babies alive, they butchered 1,200 innocent people and took 251 innocent people hostage to the dungeons of Gaza. A short time afterwards, Chancellor Scholz of Germany visited Israel. And after he saw the horrors, he said to me, "These Hamas terrorists are exactly like the Nazis." He was right. And if they could get away with it, these Hamas terrorists would have slaughtered every last Jew on earth. For these neo-Nazis, Free Palestine is just today's version of Heil Hitler. They don't want a Palestinian state. They want to destroy the Jewish state. They want to annihilate the Jewish people who've been in the land of Israel for 3,500 years. I could never understand how this simple truth evades the leaders of France, Britain, Canada, and others. They're now proposing to establish a Palestinian state and reward these murderers with the ultimate prize. Well, for 18 years, we had a de facto Palestinian state. It's called Gaza. And what did we get? Peace? No. We got the most savage slaughter of Jews since the Holocaust. You won't be surprised to learn that Hamas thanked President Macron and Prime Ministers Starmer and Carney for demanding that Israel end its war in Gaza immediately. Hamas was right to thank them, because by issuing their demand, replete with a threat of sanctions against Israel, not Hamas, these three leaders effectively said they want Hamas to remain in power. വെടിവയ്പിൽ കൊല്ലപ്പെട്ട യാരോണും സാറയും കൃത്യമല്ലാത്ത കുറ്റകൃത്യത്തിന്റെ ഇരകളായിരുന്നില്ല. എന്നാൽ ഒരു ഭീകരൻ അവരെ ക്രൂരമായി വെടിവെച്ച് കൊന്നത് അവർ ജൂതരാണെന്ന ഒറ്റ കാരണത്താൽ മാത്രമായിരുന്നുവെന്നും അവരുടെ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ അവൻ സ്വതന്ത്ര പാലസ്തീൻ എന്ന് അട്ടഹസിച്ചു എന്നും വ്യക്തമാക്കിയ നെതന്യാഹു ഒക്ടോബർ 7-ന് നമ്മൾ കേട്ടതും ഇതേ ആക്രോശമായിരുന്നെന്നും അന്നാണ് ഗാസയിൽ നിന്ന് ആയിരക്കണക്കിന് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ജൂതപുരുഷന്മാരുടെ തലവെട്ടിയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും കുഞ്ഞുങ്ങളെ ജീവനോടെ ചുട്ടുകൊന്നും കശാപ്പ് ചെയ്തതെന്നും ഈ നവനാസികൾക്ക് ഫ്രീ പാലസ്തീൻ എന്നത് ഹെയിൽ ഹിറ്റ്ലർ എന്നതിന്റെ ഇന്നത്തെ പതിപ്പ് മാത്രമാണെന്നും പറഞ്ഞു. പാലസ്തീൻ എന്ന രാഷ്ട്രം ഭൂമിക്ക് മുകളിൽ ഉണ്ടാകണമെന്ന് അവർക്ക് ആഗ്രഹമില്ലെങ്കിലും ജൂതരാഷ്ട്രത്തെ ഇല്ലാതാക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. 3500 വർഷമായി ഇസ്രായേൽ ദേശത്ത് കഴിയുന്ന ജൂത ജനതയെ ഉന്മൂലനം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ അവരുടെ ഒരു നീക്കങ്ങളും വിലപ്പോകില്ലെന്നും കനത്ത തിരച്ചടികൾ തന്നെ അവർക്ക് നൽകുമെന്നും നെതന്യാഹു തന്റെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും ഇന്ത്യയിൽ, പാകിസ്ഥാനിൽ, അമേരിക്കയിൽ, ചൈനയിൽ, നാറ്റോ രാജ്യങ്ങളിൽ, തൈവാനിൽ, യുക്രൈനിൽ, അതിന്റെ ചുറ്റുവട്ടത്തുമുള്ള രാജ്യങ്ങളിൽ അങ്ങനെ എല്ലായിടത്തും സംഘർഷങ്ങളും കലാപങ്ങളും ഊഴങ്കാത്ത് നിൽക്കുകയാണ്. ഇതെല്ലാം മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സൂചനകളും ഈറ്റുനോവുകളും തന്നെയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ക്യാൻ സമാപിക്കുന്നു. നമസ്കാരം.